ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. ബൈബിളിൽ യാക്കോബ് 1:10 പറയുന്ന ഒരു കാര്യമുണ്ട്. ധനവാന പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിൽ പ്രശംസിക്കട്ടെ എന്ന്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു, എന്താ ബ്രോ, കാശുണ്ടാക്കുന്നത് മോശമാണോ എന്ന്. ഒരിക്കലുമല്ല. ഇന്നത്തെ നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിലെ ഫിൽറ്ററുകൾക്കും ഷോ ഓഫിനും ഇടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഈ ലക്ഷറിയും സ്റ്റാറ്റസും ഒക്കെ വെറും താൽക്കാലികമായ കാര്യമാണ്. രാവിലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് ഉച്ചയാകുമ്പോഴേക്കും വാടിപ്പോകുന്നത് പോലെ ഈ ലോകത്തിലെ സകല പകിട്ടും ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാകാം. ഇതൊരു നെഗറ്റീവ് വൈബായി നാം കാണേണ്ട കാര്യമില്ല. പകരം ഇതൊരു റിയാലിറ്റി ചെക്കാണ്. നമുക്ക് എത്ര വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, എത്ര ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായാലും, ദൈവത്തിന്റെ മുൻപിൽ നമ്മളെല്ലാവരും ഈക്വലാണ്. നമ്മൾ പ്രശംസിക്കേണ്ടത് നമ്മുടെ അച്ചീവ്മെന്റ്സിലല്ല, മറിച്ച് നമ്മുടെ ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ കാണിക്കുന്ന ആ ഒരു മനോഹരമായ ഹംബിൾനെസ്സിലാണ്. പൈസ കൂടുമ്പോൾ ഈഗോയും ആറ്റിറ്റ്യൂഡും കൂടുന്നതാണ് സാധാരണ ഈ ലോകത്തിന്റെ രീതി എന്ന് പറയുന്നത്. എന്നാൽ അവിടെയാണ് ഒരു വിശ്വാസി അല്ലെങ്കിൽ ദൈവത്തിന്റെ മകൾ ഡിഫറൻ്റ് ആകേണ്ടത്. നമ്മുടെ കയ്യിലെല്ലാം ഉള്ളപ്പോഴും അതിൽ നാം പ്രശംസിക്കാതെ നാം എളിമയുള്ളവരായിരിക്കുവാനായിട്ട് നാം ഓരോരുത്തരും പഠിക്കണം. അതാണ് നമ്മുടെ യഥാർത്ഥ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ കാര്യങ്ങൾ ഇന്നുണ്ടാകും, നാളെ പോകും, പക്ഷേ നമ്മുടെ ക്യാരക്ടറും ദൈവത്തോടുള്ള നമ്മുടെ എളിമയും എന്നും അത് നിലനിൽക്കും. സോ ലേറ്റസ്റ്റ് ഐഫോണും വാച്ചും ഒക്കെ, ബ്രാൻഡഡ് വാച്ചും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. പക്ഷേ നമ്മുടെ ഐഡന്റിറ്റി അതിലൊന്നും അല്ല എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം. സോ സ്റ്റേ ഹംബിൾ, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് ഗോഡ് ബ്ലെസ്.